വെൽക്കം ടു ലേണിംഗ് കോർണർ എ ഡേ ചലഞ്ച്. ലേണിംഗ് കോർണറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രേഷ്മ സുബു. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ചരിത്രമാണ്. കേരള ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ വരവും അവരുടെ പ്രധാന സംഭാവനകളും അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്രിട്ടീഷുകാരെ കുറിച്ച് ചർച്ച ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ്. അതായത് ബ്രിട്ടീഷുകാരുടെ വരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അരങ്ങേറിയിരുന്ന വിപ്ലവങ്ങളിൽ കലാപങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതെ, അറിയാത്തവരുണ്ടാവും, അവർക്ക് പ്രയോജനപ്പെട്ടോട്ടെ അല്ലെ. അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ അഞ്ചുതെങ്ങും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അതെ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഒരു പ്രധാന പണ്ടകശാലയായിരുന്നു ഏതെന്ന് പറയുന്നത്? അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഓർത്തിരിക്കണം, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? ആറ്റിങ്ങൽ റാണി. അതായത് ആരാണ് ആറ്റിങ്ങൽ റാണി? ഉമയമ്മ റാണി. ഉമയമ്മ റാണിയാണ് അവർക്ക് ആ അധികാരം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഇത് 10th പ്രിലിമിനറിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ക്വസ്റ്റ്യൻ ആയിരുന്നു. അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? അതെ, കുരുമുളകിന്റെ വ്യാപാര കുത്തക. കുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കി? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് പ്രധാന കാരണം. ഈ അഞ്ചുതെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 2 വർഷങ്ങൾ ഓർമ്മയിരിക്കണം. ഒന്ന് 1695, അടുത്തത് 1697. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷമാണ് 1695. അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 ആണ്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. വർഷം 1697, 1697. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം, ആ സംഘടിതം ഓർത്തിരിക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇപ്പം ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ചാണ്. അതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത് തന്നെയായിരിക്കും. ഏതാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ഫുൾ ഡേറ്റ്, കംപ്ലീറ്റ് ഡേറ്റ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചോദിക്കും. 1721 ഏപ്രിൽ 15. ഓക്കെ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജനറൽ ഗിഫോർഡ്. ഓർത്തിരിക്കുക, ഗിഫോർഡ്. അതുപോലെ ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാട് ഭരണാധികാരി ആരായിരുന്നു? ആദിത്യ വർമ്മയായിരുന്നു. ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് 1723 മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും ചേർന്ന് ഒപ്പുവെച്ച വേണാട് ഉടമ്പടി. ഓക്കെ, വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിൽ. ഏത് വർഷമാണ്? 1723. അപ്പൊ വേണാട് ഉടമ്പടിയെ പറ്റി പറയുമ്പോൾ ഒരു ചോദ്യം ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടന്റ്. എന്താണെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഏതാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളാണ് പഴശ്ശി വിപ്ലവങ്ങൾ. അപ്പൊ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് പഴശ്ശി വിപ്ലവത്തെ കുറിച്ചാണ്. കോട്ടയം പ്രദേശത്തുള്ള നികുതി പിരിക്കാനുള്ള അധികാരം നിഷേധിച്ചതും വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ പഴശ്ശിരാജാവ് തിരിക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി എടുത്തു പറയാം. അതായത് പഴശ്ശി വിപ്ലവങ്ങൾ നടക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരങ്ങളായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാരുടെ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. ആരാണ്? കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങളിൽ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ പഴശ്ശിരാജാവ് പ്രധാന കേന്ദ്രമാക്കിയിരുന്ന മലയാണ്
പുരളി മല. ഏതാണ്? പുരളി മല. അപ്പൊ അതുകൊണ്ട് തന്നെ പുരളി ഷെമ്മൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജാവാണ്. അതുപോലെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നതും കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജാവിനെയാണ്. ഇനി പഴശ്ശിരാജാവിന്റെ വംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ആര്? അത് റയറായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ആരാണ്? ഹരിശ്ചന്ദ്ര പെരുമാളാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജാവാണ്. കേരള സിംഹം എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കരാണ്. ഇത് 2017 LDC ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കേരള സിംഹം ഈ പറയുന്ന സർദാർ KM പണിക്കർ. കേരള സിംഹം എന്ന കൃതി രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കറാണ്. അതുപോലെ പഴശ്ശി വിപ്ലവങ്ങൾ രണ്ടെണ്ണം ഉണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെയായിരുന്നു. ഇത് ഇത്തവണ 10th പ്രിലിംസ് ആദ്യം എഴുതിയ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1793 മുതൽ 1797 വരെ. ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൽ ഈ ബ്രിട്ടീഷുകാർക്കും അതുപോലെ പഴശ്ശിരാജാവിനും ഇടനിലക്കാരനായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ആര്? ചിറയ്ക്കൽ രാജാവ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. ഓക്കെ. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു ഏതെന്ന് പറയുന്നത്? രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമാണ് രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു? വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഓക്കെ. അപ്പൊ ഈ ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കുറിച്യർ എന്ന് പറയുന്നത്. അതുപോലെ പഴശ്ശിരാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്നു കണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്നു കൈതേരി അമ്പു നായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് പ്രയോഗിച്ച യുദ്ധതന്ത്രമായിരുന്നു ഒളിപ്പോര് അല്ലെങ്കിൽ ഗറില്ല യുദ്ധം. 1802 പ്രത്യേകത എന്താണ്? അതെ, പനമരം കോട്ട പിടിച്ചെടുത്തത് 1802 എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും കൂടി ചേർന്ന് 1802 പനമരം കോട്ട പിടിച്ചെടുത്തു. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവം നടക്കുന്ന സമയത്ത് മലബാറിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറായിരുന്നു. പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. പഴശ്ശിരാജാവിനെതിരെ യുദ്ധം ചെയ്യാൻ 1200 പേരടങ്ങുന്ന ഒരു പോലീസുകാരെ ആർതർ വെല്ലസ്ലി നിയമിച്ചു. അതിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? കോൽക്കർ എന്ന് പറയുന്നത്. അതുപോലെ പഴശ്ശിരാജാവ് മരണമടഞ്ഞത് 1805 നവംബർ 30 മാവിലാൻ തോടിന്റെ തീരത്താണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അത് സംവിധാനം ചെയ്ത ആരായിരുന്നു? അതെ, ഹരിഹരനായിരുന്നു. ഇനി പഴശ്ശി മ്യൂസിയം, പഴശ്ശി ഡാം, പഴശ്ശി സ്മാരകം, ഇത് മൂന്നും ഏതെങ്കിലും എക്സാമിനൊക്കെ ഏതെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, പഴശ്ശി ഡാം കണ്ണൂർ. അപ്പൊ ഈ വർഷങ്ങൾ ഓർത്തിരിക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ. അതിന്റെ ഇടയിൽ 1802 പനമരം കോട്ട പിടിച്ചെടുക്കുന്നു. പഴശ്ശിരാജാവ് മരണപ്പെടുന്നത് 1805 നവംബർ 30. കുറിച്യർ കലാപം. കുറിച്യർ കലാപം നടന്ന വർഷം 1812. കുറിച്യർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി. ഇത് രണ്ടും അറിഞ്ഞാൽ മതിയോ പരീക്ഷ എഴുതാൻ? പോരാ. എന്തുകൊണ്ടാണ് കുറിച്യർ കലാപം നടന്നത്? എന്തുകൊണ്ടാണ്? ബ്രിട്ടീഷുകാർ അധികമായി നികുതി അടയ്ക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അത് ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം നികുതി പണമായി തന്നെ അടയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ചു. മൂന്നാമത്തെ കാരണം പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബ്രിട്ടീഷുകാർ അവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. ഇത് മൂന്നുമാണ്, അല്ലെങ്കിൽ ഇവയൊക്കെയാണ് കുറിച്യർ കലാപത്തിന് പ്രധാനപ്പെട്ട കാരണം. 1812 കുറിച്യർ കലാപം നടന്നത്. ഇനി ഈ കുറിച്യർ കലാപത്തെ കുറിച്ച് TH ബേബർ എന്താണ് പറഞ്ഞത്? ഓർത്തിരിക്കുക. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? TH ബേബറാണ്. അതിന്റെ അർത്ഥം എന്താ? പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, അതായത് കുറിച്യർ കലാപം അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഏത് വർഷം, ഏത് ഡേറ്റിനാണ് കുറിച്യർ കലാപം അടിച്ചമർത്തിയത്?
1812 മെയ് മാസം 8-ന്. ഓർത്തിരിക്കുക, 1812 മെയ് മാസം 8-ന് കോച്ചിയർ കലാപം അടിച്ചമർത്തപ്പെട്ടു. അത് മാത്രമല്ല, ഈ TH ബേബർ എന്ന വ്യക്തിയെ ഓർത്തിരിക്കുക. ചിലപ്പോൾ ആ കോട്ട് തന്നെ ചോദിക്കാം, ഇതാര് പറഞ്ഞതാണ്, എന്താണോ പറഞ്ഞത്? ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കോച്ചിയർ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? TH ബേബർ. അതുപോലെ തന്നെ പ്ലാക്കറ്റ് ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, വെൻകലോൻ കേളു, ഈ വ്യക്തികളെ കൂടി ഒന്ന് ഓർത്തിരിക്കാം. വേറെ ഒന്നുമല്ല, ചിലപ്പം പ്ലാക്കറ്റ് ചന്തു ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം, എക്സാം ടൈറ്റ് ആകുവാണെങ്കിൽ. അതായത് കോച്ചിയർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇതിൽ പ്ലാക്കറ്റ് ചന്തുവിനെയും 1000 വീട്ടിൽ കോന്തപ്പനെയും സ്പോട്ടിൽ തന്നെ വധിക്കപ്പെട്ടു. വെൻകലോൻ കേളുവിനെ തൂക്കിലേറ്റി. ഓക്കെ, അപ്പൊ ഇവരുടെ 3 പേരുടെയും പേര് ഓർത്തിരിക്കാം. അതുപോലെ കോച്ചിയർ കലാപത്തില് കോച്ചിയരെ കൂടാതെ കുറുമ്പരും പങ്കെടുത്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി വിപ്ലവം, അതുപോലെ തന്നെ കോച്ചിയർ കലാപം. അപ്പം വർഷം ഒന്നും കൂടി ഞാൻ പറയാം. 1695 അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ചു. 1697 അഞ്ചുതെങ്ങ് കലാപം. 1721 ഏപ്രിൽ 15 എന്താണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. അതുപോലെ 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവം. 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടം രണ്ടാം പഴശ്ശി വിപ്ലവം. 1802 പനമരം കോട്ട പിടിച്ചെടുത്തു. 1805 നവംബർ 30 ആര് മരണപ്പെടുന്നു? പഴശ്ശിരാജാവ് മരണപ്പെടുന്നു. അതുപോലെ 1812 കോച്ചിയർ കലാപം. കോച്ചിയർ കലാപം അടിച്ചമർത്തിയത് കംപ്ലീറ്റ് ഡേറ്റ് 1812 മെയ് മാസം 8. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമന്റ്സ് എന്താണോ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.